السلام ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കാവോ? ശബ്ദം കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ആദ്യം തന്നെ ഒരു ഇസ്തിഗാസ നടത്തുകയാണ്. ഇപ്പം ബൈലക്സിൽ കുറേയായി ഇല്ലാത്തത് കൊണ്ട് ഇപ്പം പുതിയ ID ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇപ്പം ബൈലക്സിൽ ഇല്ലേ എന്നാണ് എനിക്ക് ആദ്യം തന്നെ ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്. ഞാൻ നേരത്തെ നോക്കിയിട്ട് ആ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. എന്താ അറിയില്ല, അല്ലാഹുഅലം. ഞാൻ നോക്കിയിട്ട് ശരിയായിട്ടില്ല. ഏതായാലും ഞാൻ നേരത്തെ യാത്രയിലായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട MT ദാരിമിയുടെ മറുപടി ഇങ്ങനെ കേട്ടുകൊണ്ട് അപ്പൊ ഏകദേശം കിടക്കാനുള്ള പുറപ്പാട് ആയപ്പോ ഒരു സുഹൃത്ത് സിറാജ് പത്രത്തിൽ പിന്നെ KV ഉസ്താദിനെ കാഫറാക്കി എന്നോ മറ്റോ പറഞ്ഞിട്ട് അദ്ദേഹം പോയോ? അമീർ സാഹിബ് അദ്ദേഹം ഇവിടെ ഉണ്ട് ഇപ്പോ അല്ലേ? അദ്ദേഹം പോയോ? അദ്ദേഹം പോയല്ലേ? അദ്ദേഹം പോയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ ലേഖനം ആരാണ് എഴുതിയത് എന്ന് അദ്ദേഹത്തോടൊന്ന് വന്നാലൊന്ന് ചോദിക്കണം. അപ്പോ ആ മാന്യ വ്യക്തിയെ ഒന്ന് നേരിട്ടൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്ന ഞാൻ ഒന്ന് ലാപ്ടോപ്പ് ഓണാക്കി ആ മാന്യ വ്യക്തിയെ ഒന്ന് കാണാമെന്ന് കരുതി. പക്ഷെ ഞാൻ തുറന്നു നോക്കുമ്പോൾ റേഡിയോ കുറച്ച് പുറകിലായിരിക്കുമല്ലോ. അതായത് നമ്മുടെ ക്ലാസ് റൂമിലോട്ടുള്ള ചർച്ച നടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും റേഡിയോ കേൾക്കുക. അപ്പോൾ ആ താമസം ഏതായാലും വന്നിട്ടുണ്ട്. ഞാൻ ചർച്ച കേട്ട് ഇവിടെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ആളെ കാണുന്നില്ല. ഏതായാലും അതൊരു പണ്ഡിതൻ എഴുതിയ ലേഖനമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സുന്നി കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും മറ്റൊരു പണ്ഡിതനെ കാഫറും മുശിരിക്കാണെന്നോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല, പരിഭാഷയുടെ പേരിലോ മറ്റോ. അത് വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടുന്ന അടവുകളുടെ മറ്റൊരു നയം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ പരിഭാഷയുടെ വിഷയം, മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഏറ്റവും വലിയ പതാകവാഹകനും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരാമുഖം എന്ന പുസ്തകത്തിൽ പേന കൊണ്ടെന്നതുപോലെ വാളുകൊണ്ടും പേന കൊണ്ടും പോരാടിയ വലിയ മഹാനായി അവർ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവർ വിളിക്കുന്ന ഇബ്നു തൈമിയ, അദ്ദേഹം പോലും പരിഭാഷക്ക് എതിരായിരുന്നു എന്നുള്ളത് മുജാഹിദുകൾ മറക്കരുത്. അവരുടെ മറ്റൊരു നേതാവായ റഷീദ് റിള, അദ്ദേഹവും ഖുർആൻ ആശയം പറയുന്നതിന് ഒരാളും ഒരു കാലത്തും എതിരല്ല. ഖുർആനിന്റെ ആശയം പറഞ്ഞിട്ട് തന്നെയാണ് മുസ്ലിം ലോകത്ത് അങ്ങുമിങ്ങോട്ടുള്ള മുൻഗാമികളുടെ മാർഗം. അതേസമയത്ത് ഇന്ന് മുജാഹിദുകൾ വെക്കുന്ന ആ പരിപാടി വാക്കർത്ഥം പറഞ്ഞുകൊണ്ട് യദിന് കയ്യും അതുപോലെ തന്നെ വജ്ഹിന് മുഖവും ആ അർത്ഥത്തിൽ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് മുജാഹിദിന്റെ റഷീദ് റിളയടക്കം അതുപോലെ തന്നെ ഇബ്നു തൈമിയ അടക്കമുള്ള മുഴുവൻ കഴിഞ്ഞുപോയ അവരുടെ നേതാക്കന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ മറ്റൊരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ നമ്മുടെ മുജാഹിദിന്റെ മൗലവി, നമ്മുടെ ബഹുമാന്യനായ MT ദാരിമി പറഞ്ഞതുപോലെ ഇവിടെ വിഷയമെന്താണ്, വാദമെന്ത് എന്നുള്ള ഒരു സ്ഥലകാല ബോധമില്ലാതെ മറഞ്ഞ വിഷയത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നതിനിടയിൽ ഖുർആൻ പരിഭാഷയും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും പൊന്മടയും അതുപോലെ പല കാര്യങ്ങളും വലിച്ചിട്ട മുജാഹിദിന്റെ മൗലവി ഇടക്ക് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു തലോടല നടത്തിയിട്ട് ചില കബളിപ്പിക്കാനുള്ള ചില ഇബാറത്തുകൾ വായിച്ചതായി കണ്ടു. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏതായാലും മൗലവിയുടെ അടുത്ത് കോപ്പി ഇല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ആ കോപ്പി ഉണ്ട് എന്നാണ് പറയാനുള്ളത്. 1980 ജൂലൈ അൽമനാറിൽ വളരെ വ്യക്തമായി അവർ എഴുതി വെച്ച ഒരു കാര്യം മാത്രം ഞാനിവിടെ വായിച്ച് നിർത്തുകയാണ്. കൂടുതൽ സമയം ഇടപെടുന്നില്ല.
വഹദത്തുൽ വുജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ഷെയ്ഖിന്റെ ചിന്തയിൽ സ്ഥാനം പിടിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയുന്ന വാക്കുകൾ മാന്യ ശ്രോതാക്കൾ ശരിക്കും കേട്ടോളൂ. അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹവും അനുയായി വൃന്ദവും കൂടി ഒരു ത്വരീഖത്ത് ബ്രാക്കറ്റിൽ മാർഗമുണ്ടാക്കി. ഖാദിരിയ ത്വരീഖത്ത് എന്ന ഈ മാർഗത്തെ ജീവിപ്പിച്ചതിനാണ് മുഹീദ്ദീൻ എന്ന സ്ഥാനപ്പേർ അദ്ദേഹത്തിന് അനുയായികൾ ബഹുമാനിച്ച് നൽകിയത്. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് പ്രമാണത്തിലുള്ള ത്വരീഖത്തും വലുതും ചെറുതുമായ 2 മൗലൂദുകളും ക്രിമിനലും സിവിലുമായ 2 റാത്തീബുകളും. എല്ലാരും ശരിക്ക് കേട്ടുവെച്ചോ. ക്രിമിനലും സിവിലുമായ 2 റാത്തീബുകളും, ഒരു മാലയും കുതുബിയത്തും അനേകം പദ്യവും കണക്കിലെടുക്കുകയാണെങ്കിൽ അനേകം മുറിമൊല്ലമാർക്കും നിരവധി മുസ്ലിയ കുട്ടികൾക്കും വിവിധങ്ങളായ കൊറ്റിനും ദക്ഷിണക്കും മാർഗം വെട്ടിത്തെളിച്ചതിന് അറബിയുടെയും മലയാളത്തിന്റെയും സങ്കരമായ മുഹിയുദ്ദീൻ എന്ന പേരാണ് ഷെയ്ഖിന് തികച്ചും അനുയോജ്യമായി തോന്നുന്നത്. എല്ലാവരും കേട്ടില്ലേ? മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് മുഹിയുദ്ദീൻ എന്നല്ല, മുഹിയുദ്ദീൻ, അതായത് തീറ്റിയുടെ ആള് എന്നുള്ള നിലക്ക് മുഹിയുദ്ദീൻ എന്നാണ് പറയാൻ ഏറ്റവും നല്ലത് എന്ന് 1980 ജൂലൈ അൽമനാർ ജൂലൈ പേജ് 10 പുസ്തകം 26 ലക്കം 5 വളരെ വ്യക്തമായി എഴുതിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ സുന്നികളുടെ ഇടയിൽ സംവാദം നടക്കുന്നതിനിടയിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി കബളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പലപ്പോഴും മുജാഹിദുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടോ? അമീർ സാഹിബ്, എനിക്കിപ്പോ ഓൺലൈനിൽ വൈരക്സിലൊന്നും കൂടുതൽ വരാത്തതുകൊണ്ട് വൈരക്സിലുള്ള ഇപ്പം ദാതാക്കന്മാരെയും അതുപോലെ തന്നെ മുജാഹിദിന്റെ മുഫ്തിമാരെയൊന്നും കൂടുതൽ അറിയില്ല. അതുകൊണ്ട് വല്ലവരും പഴയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അല്ലമീൻ സുന്നി വോയിസ് എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് മുജാഹിദുകളെ, കുറച്ച് കനം തൂങ്ങിക്കിടക്കുന്ന ഒരുപാട് മുജാഹിദുകളെ ഞങ്ങൾ അവിടെ ചർച്ച വെച്ചു. ആ റൂം പലപ്പോഴും മറ്റുള്ള പല നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വെറും വോയിസ് ചർച്ചകൾ മാത്രം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ റൂമായിരുന്നു. അവിടെ പല മുജാഹിദുകളും വന്നപ്പോ നമ്മൾ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ മുജാഹിദിന്റെ ആളുകളോട് ചോദിച്ചൊറ്റ ചോദ്യമുണ്ട്. നമ്മുടെ വാദം എന്താണ്? ഈ വാദം വെച്ചൊരു സംവാദത്തിന് നിങ്ങളാരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. എന്താ വാദം? ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ, മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, ഇമാമിങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ, അവര് ഇസ്തിഗാസ എന്ന് ഇന്ന് പ്രാർത്ഥന എന്ന് വിളിക്കുന്ന ഇസ്തിഗാസ അത് പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ് എന്നതാണ് സുന്നിവാദം. ഇതിന് എതിർവാദം പറയാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ ഒരുപാട് ആളുകളോട് ചോദിച്ചു. ഇനി ഇതിലും ഉള്ള ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടോ ചോദിക്കുന്നു. മുഴുവൻ ചെലവെടുത്ത, സാധാരണ പേരാമ്പ്ര ആരാ ചെലവെടുത്തതെന്ന് എനിക്കറിയില്ല, സാധാരണ പകുതിയാണ് ചെലവെടുക്കാറ്. ഈ ഒരു സംവാദത്തിന് ഏതെങ്കിലും മുജാഹിദിന്റെ ഏതെങ്കിലും മഖ്ലൂക്ക്, ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഞങ്ങൾ മുഴുവൻ ചെലവ് ഞങ്ങൾ എടുത്തോളാം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പൊ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഇവര് 50 എടുക്കല്, മുമ്പൊരിക്കല് ഒരു 60-40 എടുത്തിന്, അത് തലശ്ശേരിയാണ്, അത് കുഴപ്പമില്ല. അപ്പോ മുജാഹിദിന്റെ മൗലവിമാരോടും അതുപോലെ തന്നെ ആളുകളോടും ഈ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാതെ ബേജാറ് അവർക്കാവുന്നുണ്ട്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ അവര് പറയും, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ഇമാമിങ്ങളില്ലാതെ ഒരൊറ്റ മുജാഹിദിനും ഇവിടെ ഒരു ഹദീസോ ഒരായത്തോ ഒന്നും ഉദ്ധരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇമാമിങ്ങളായ മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ ഞങ്ങളെ മാതൃകയിൽ, ഞങ്ങൾ ഏത് സുന്നി മാതൃകയാകുന്ന ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്ന മാതൃകയിൽ തന്നെ നിങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എത്തിക്കും എന്നത് തീർച്ചയാണ്. കാരണം ഇമാമിങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾക്കൊരു ഹദീസ് സ്വഹീഹാക്കാൻ സാധ്യമല്ല, ഒരു ഹദീസ് നിങ്ങൾക്ക് അത് ലഈഫാക്കാൻ സാധ്യമല്ല,
ഒരു ഹദീസ് അത് ഹസനാക്കാൻ സാധ്യമല്ല. അതിന്റെ നെല്ലും പതിരും ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് അത് വേർതിരിക്കണമെങ്കിൽ മുസ്ലിം ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളിലൂടെ അല്ലാതെ അത് ഒരു കാലത്തും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഇമാമിങ്ങളായ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരും ഒഴുക്കിയും അവർ വ്യക്തമായിട്ട് ഇസ്തിഗാസ പഠിപ്പിച്ചവരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണമെന്ന് പഠിപ്പിച്ച മഹാന്മാരാണ്. അവർക്ക് മനസ്സിലാകാത്ത ഇൻ തദഉഹും എന്നുള്ള ഒരായത്ത് ഖുർആനിൽ നിങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വലിച്ചു എറിയും, യാതൊരു സംശയവുമില്ല. അവർക്ക് മനസ്സിലാകാത്ത ഏതൊരായത്താണോ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനടുക്കൽ പോകണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിടണമെന്നും അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ശഫാഅത്ത് ചോദിക്കണമെന്നും പഠിപ്പിച്ച മഹാനാണ്. ഇങ്ങനെ എണ്ണിയാൽ ഏതൊരു പണ്ഡിതനെടുത്താൽ, ഇന്ന് ഹദീസിന്റെ വിഷയത്തിൽ നെല്ലും പതിരും വേർതിരിക്കാൻ മുജാഹിദിന്റെ മൗലവിമാരോട് ചോദിച്ചാൽ അവരാദ്യം എണ്ണുന്ന പേരേതാ? ഹാഫിദുദ്ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇബ്നു ഹജർ തങ്ങളെ മുജാഹിദുകൾ ഹാഫിദുദ്ദുനിയ എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് തന്നെ ആ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഫഖുൽ യാ അഹ്മദ് ബിൻ അലി ഇദ്ഹബ് ഇലാ ദാരിൻ നഈം ബിലാ ശഖാഇ, ആരുമാരുമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നബിയെ, അലിയുടെ മകനാകുന്ന അഹ്മദാകുന്ന എന്നോട് നബിയെ തങ്ങൾ പറയണം ഇദ്ഹബ്, കടന്നു പോകൂ. എവിടത്തേക്ക്? ഇലാ ദാരിൻ നഈം ബിലാ ശഖാഇ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിച്ച് സഹായം ചോദിച്ച ആളുകളെ അല്ലാതെ കേരളത്തിലല്ല ലോകത്തുള്ള ഒരൊറ്റ മുജാഹിദിനും ഒരൊറ്റ വഹാബിക്കും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇവര് പറയുന്നൊരു പൊടിക്കൈയുണ്ട്. ആളുകളെ ആരെങ്കിലും മൈക്കിലേക്ക് വരാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും മൈക്കിലേക്ക് വരണമെങ്കിൽ കൈപൊക്കിക്കോളൂ, കുഴപ്പമില്ല. അപ്പോ ഇവര് മുജാഹിദീങ്ങൾ സാധാരണ പറയും, അവര് പറയുന്നൊരു വർത്താനുണ്ട്, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തുമാണ് തെളിവ്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് എവിടുന്ന് ഈ സുന്നത്ത് കിട്ടി? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ സുന്നത്ത് കിട്ട്? അതപ്പം പറയവര് അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. ആരാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്? ഏത് പണ്ഡിതനാ രേഖപ്പെടുത്തിയത്? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അള്ളാഹിന്റെ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായി അറിയപ്പെടുന്ന സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1-ാം നമ്പർ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്ന് ഇവർ പറയേണ്ടി വരും. കാരണം മഹാനവർകൾ തന്റെ മറ്റൊരു ഗ്രന്ഥമായ അദബുൽ മുഫ്രദിൽ മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അതാ കാലിന് പ്രയാസം വന്നപ്പോ, കാലിന് കോച്ചൽ അനുഭവപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടിയതിന് കൊണ്ടുവന്ന അധ്യായം തന്നെ കേട്ടാൽ എന്താണ് അധ്യായം? ബാബുമായ ഖൂലുർ റജുലു ഇദാ ഖദിറത് റിജുലുഹു, ഒരാൾ കാലിന് പ്രയാസം അനുഭവപ്പെട്ടാൽ, കോച്ചൽ അനുഭവപ്പെട്ടാൽ, വിഷമം അനുഭവപ്പെട്ടാൽ വിളിച്ചു പറയേണ്ടതിനുള്ള അധ്യായം എന്ന അധ്യായം തലക്കെട്ട് കൊടുത്തിട്ട് മഹാനായ ഇമാം ബുഖാരി കൊടുക്കുന്ന പരിപാടി എന്താ? ഈ പറയുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയ, ഇസ്തിഗാസ തേടിയ, ഇൽഹാറുൽ മഹബ്ബത്തി ഫീ ളിൽ ഇസ്തിഗാസത്തി എന്ന് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തിയ ആ ഹദീസാണ് കൊണ്ടുവന്നത്. യാ മുഹമ്മദ് എന്നുള്ള ഹദീസ് കൊണ്ടുവന്നു. ഇങ്ങനെ തുടങ്ങിയാൽ സുഹൃത്തുക്കളെ ലോകത്ത് ഏതൊക്കെ പണ്ഡിതന്മാര് കഴിഞ്ഞു. ഇനി 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അഹ്മദ് തങ്ങളെ തള്ളിയിട്ട് ഏതെങ്കിലും ഒരു വഹാബിക്ക് ഇവിടെ ദീന് പറയാൻ സാധിക്കുമോ? അപ്പോ മഹാനായ അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വന്തം മകൻ മഹാനവറുകൾ പറയുന്നു, ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ ബാപ്പ ഹജ്ജിന് പോകുന്ന സമയത്ത് വഴിതെറ്റിയപ്പോൾ മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വഴിതെറ്റിയപ്പോൾ 1-ാം നമ്പർ ശിർക്ക് ചെയ്തു എന്ന് മുജാഹിദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയേണ്ടി വരും. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ വിളിക്കുന്നു, യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത് ത്വരീഖ്. അങ്ങനെ വിളിച്ച് സഹായം തേടുകയും അങ്ങനെ വഴി ശരിയായി അങ്ങനെ ഹജ്ജിന് പോവുകയും ചെയ്തു എന്ന് മഹാനവർകളുടെ സ്വന്തം മകൻ രേഖപ്പെടുത്തുന്നു.
അപ്പോ ലോകത്ത് ഏത് പണ്ഡിതനെ ഇവരെടുത്താലും, ഇമാം തൊബരിയാകട്ടെ, ഇമാം തൊബറാനിയാകട്ടെ, അല്ലെങ്കിൽ ഏത് ഇബ്നു കസീർ ആകട്ടെ, ഇബ്നു ഹജർ അസ്ഖലാനി ആകട്ടെ, അതുപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാവട്ടെ, ഇമാം ഗസാലി ആകട്ടെ, ഏത് പണ്ഡിതനെടുത്താലും, മഹാനായ ഇമാം ഗസാലി തങ്ങൾ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉദ്കുർന ഇൻദ റബ്ബിക വലനകും ബിബാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ തങ്ങൾ ഞങ്ങളെപ്പോഴും ഓർക്കണം, ഞങ്ങളെ മറന്നു പോകരുത് നബിയെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയെങ്കിൽ, അപ്പൊ മുജാഹിദിന്റെ ഭാഷ പറഞ്ഞാല് ഈ പറയുന്ന അനസും ഈ പറയുന്ന ഈ 1-2 കായക്കൊടിയും 2-3 മൗലവിമാരും മാത്രമേ ബാക്കി ഉണ്ടാവൂ എന്നാണ് പറയേണ്ടി വരിക. കാരണം ആകാശഭൂമികളെക്കാൾ പിന്നെ വിസ്തൃതിയുള്ള വിശാലമായ സ്വർഗീയ ലോകത്ത് KNM തന്നെ ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ്, ഇപ്പൊ ഏതാ ഗ്രൂപ്പ് എന്നറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ സംവാദത്തിൽ വന്ന ഹംസ മൗലവിയുടെ സ്വന്തം പുത്രൻ ഷാഫി സ്വലാഹി ബാപ്പ സംവാദത്തിന് പോയ കഥ എന്നറിയില്ല. അപ്പോ അവര് പരസ്പരം തല്ലി ഏത് വിഷയത്തിലാ തല്ല്? തൗഹീദിന്റെ വിഷയത്തിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ വിഷയം തീരുമാനമാകാതെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ താഴേന്ന് മേലോട്ടേക്ക് പോകുക. അതുകൊണ്ട് ഖുർആനും ഹദീസും നിങ്ങൾക്ക് പറയണമെങ്കിൽ ആ ഖുർആനും ഹദീസും എത്തിച്ചു തന്ന ഈ ലോകത്ത് പ്രചരിപ്പിച്ച അതിന്റെ പ്രചാരകന്മാരായ ആളുകളെ നിങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കണം. ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡാണത്. സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായ ഞങ്ങളെ സുന്നികളുടെ ഒന്നാമത്തെ ഡിമാൻഡാണ് ഈ ഖുർആനും ഹദീസും ലോകത്ത് എത്തിച്ചു തന്ന ഇമാമിങ്ങളെ നിങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഞങ്ങൾ പറയുന്നു, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണമെന്ന് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ച മഹാനാണ്. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സ്വർഗത്തിന് സഹായം തേടിയ മഹാനാണ്. അപ്പൊ ഇവരെ വാദം അതൊന്നും ഞങ്ങൾക്ക് മാനദണ്ഡമല്ല എന്ന് പറയുകയാണെങ്കിൽ ശിർക്ക് ചെയ്ത ആള് പിന്നെ ഇമാമ് പോയിട്ട് മുസ്ലിമാവോ കോയ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ദാരിമി ഉസ്താദ് പറഞ്ഞതുപോലെ, MT ദാരിമി പറഞ്ഞതുപോലെ, തീരെ ബുദ്ധിയുമില്ല, തീരെ അന്തവുമില്ല, ഒരല്പമെങ്കിലും ചിന്തിക്കാനുള്ള ശേഷി കേരളത്തിലെ മുജാഹിദുകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ഒരല്പം മനസ്സാക്ഷി വെച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ച് ഒരു സഹോദരൻ, അദ്ദേഹം മുജാഹിദിന്റെ കാലങ്ങളായിട്ട് സലഫി പ്രസ്ഥാനത്തിൽ തിരക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് വിടാം. തിരക്കുള്ള ആരെങ്കിലും ഉണ്ടോ? അമീർ സാഹിബ് ഉണ്ടെങ്കിൽ ഒന്ന് അമീർ സാഹിബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് അമീർ ഉണ്ടോ? അമീർ സാഹിബ് ഉണ്ടോ? അമീർ സാഹിബിനെ കാണുന്നില്ലല്ലോ. അതെ, അദ്ദേഹം ഉണ്ടെങ്കിലൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. കാരണം അദ്ദേഹം മുമ്പ് ഞാൻ ആലോചിക്കുകയാണ്, കാരണം KNM വലിയൊരു നേതാവായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്ന് പറയുന്നൊരു നേതാവ്, ആ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചപ്പോ അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മാന്യ സഹോദരന്മാർ ചിന്തിക്കുക, അദ്ദേഹം പറഞ്ഞ മറുപടി, 50 കൊല്ലത്തിന്റെ മേലെയായി ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, ഇന്നേ വരെ ഞാൻ ഈ തെളിവുകളൊന്നും കേട്ടിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുജാഹിദിന്റെ വലിയ ടോപ്പ് നേതാക്കൾ പോലും അവര് ഇന്നേ വരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾ പഠിക്കാത്തതാണ് അവരെ ഈ പിഴവിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയല്ല. അമീർ സാഹിബ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഒരു 2 ചെറിയ ക്ലിപ്പ് വിട്ടിട്ടുണ്ട്, 50-55 സെക്കൻഡുള്ള 2 ക്ലിപ്പ്. ഞാൻ ആ മാന്യ സഹോദരന്റെ പേര് ഒന്നും ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിൽ ചിന്തിക്കുന്ന വല്ല മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഉണർത്താൻ വേണ്ടി മാത്രം, അദ്ദേഹം അമീർ സാഹിബ് ഒന്ന് നിങ്ങളെ വാട്സപ്പ് ആ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, അതൊന്ന് ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് എല്ലാവരും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പുറത്തു വിടുന്നില്ല. നമ്മുടെ വാട്സപ്പ് റൂമിൽ
വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്നൊരു ചർച്ച അല്ലമീൻ സുന്നി വോയിസിൽ പിന്നെ മുജാഹിദുകൾക്ക് ആദർശ റൂമിൽ വെച്ച് നടന്ന ചർച്ച കേട്ടപ്പോ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ ഇത്രയും കാലം നിന്ന എന്റെ പ്ലാറ്റ്ഫോം അടിത്തറ കുലുങ്ങുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടു. കാരണം ഞങ്ങളെ പിന്നെ വാട്സപ്പിലൂടെയുള്ള ചർച്ചയിൽ ഇമാമിയങ്ങൾ നടത്തിയ ഡസൻ കണക്കിന് തെളിവുകൾ, ഇസ്തിഗാസയുടെ സംഭവങ്ങൾ, ഡസൻ കണക്കിന് സംഭവങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഒരു മുജാഹിദിന്റെ സുഹൃത്ത് പറഞ്ഞ ഒരു സലഫി സഹോദരൻ പറഞ്ഞ മറുപടി ഇവിടെയുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോ ചിന്തിക്കുന്ന ആളുകൾക്ക് അമീർ സാഹിബ് ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. അപ്പോ ചിന്തിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ അള്ളാഹു തൗഫീക്ക് കൊടുത്ത ആളുകൾക്ക് അവർക്ക് തെളിവ് കൊടുത്താൽ അത് ഉൾക്കൊള്ളും. അതേസമയം ഒരു പാത്രം കമഴ്ത്തി വെച്ച് പാത്രം കുമ്പെടുത്തി വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഒരു കാലത്തും അതിൽ വെള്ളം നിറയില്ല. അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സുമായി വരുന്ന ആള് പാത്രം അത് നേരെ ചൊവ്വെ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം നിറയും, അല്ലെങ്കിൽ അതിൽ ഭക്ഷണം സാധനങ്ങൾ ഇട്ടാൽ അത് നിറയും. അത് നമുക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ലാതെ ഈ റൂമിലോ നമ്മുടെ KICR-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരാമ്പ്രയിലെ സംവാദത്തിലോ എവിടെ പോയിട്ടും ഹൃദയമാകുന്ന പാത്രം അത് കമഴ്ത്തിപ്പിടിച്ചിട്ട് ചർച്ച കേട്ടാൽ നിങ്ങൾക്ക് ഒരു കാലത്തും നേരം വെളുക്കൂല. അതേ സമയത്ത് നല്ല മനസ്സോടെ വാശിയും വൈരാഗ്യമില്ലാതെ നമുക്ക് ഈ ഖുർആനും സുന്നത്തും എത്തിച്ച ഇമാമിങ്ങൾ അവര് റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ടോ? ആ വിളിച്ചത് ഒരിക്കലും ശിർക്കാകൂല എന്നുള്ള വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, കാരണം ഇക്കഴിഞ്ഞു പോയ ലോകം കണ്ട ബഹറുകളായ ഇമാമിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരു ദീന് ഈ കേരളത്തിന്റെ മൂലയിലുള്ള പരിഭാഷ നോക്കിയിട്ട് മതം മനസ്സിലാക്കുന്ന കേരളത്തിലെ വഹാബിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരൻ അമീർ സാഹിബ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ 2 ക്ലിപ്പ് ഒന്ന് റൂമിൽ ഒന്നിട്ട് കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെന്ന്. പിന്നെ ആ മുജാഹിദിന്റെ സുഹൃത്തുക്കള് ഈ വിഷയം ഇമാമിങ്ങളുടെ തെളിവുകൾ കേട്ടപ്പോൾ ഒരു പിന്നെ 10-30 കൊല്ലത്തോളം സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പറയുന്ന മറുപടി അത് എല്ലാ മുജാഹിദുകളും ഒന്ന് കേട്ടിരിക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പം വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആ ഭാഗത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പേര് ഞാനിപ്പോ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഏതായാലും ആ ഭാഗം നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോളൂ. ഇൻഷാ അല്ലാഹ് അമീർ സാഹിബ് ഒന്ന് മൈക്കിൽ വന്ന് ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അമീറോടല്ലേ? അമീർ അടണ്ടാ? മൈക്കിൾക്ക് വെയിറ്റ് ചെയ്യാൻ പറയണം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട ഹാജിഷാന്മാർക്ക് മൈക്ക് കൈമാറുന്നു. മാഷാ അല്ലാഹ്. നൂർ ഫൈസി ഉസ്താദിനൊക്കെ കണ്ടിട്ട് കുറെ കാലം സൗണ്ട് ഇടയ്ക്ക് റേഡിയോയിലൂടെ കേൾക്കലേ ഉള്ളൂ. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോ അത്യാവശ്യം നെറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ARCKപ്പിനൊന്നും ഇതിൽ തീരെ കാണുന്നില്ലല്ലോ. അതിപ്പോ ARCKപ്പിന് ഉണ്ടാവില്ലേ? എല്ലാം വാട്സപ്പ് യുദ്ധത്തിലാന്ന് തോന്നല്ലേ. ഏതായാലും ഇൻഷാ അല്ലാഹ് 1 മിനിറ്റ് എന്നാ പറയുന്നത്. ആയിക്കോട്ടെ. ഏതായാലും അപ്പോ പറഞ്ഞു വന്ന വിഷയം, അപ്പോ നൂറുദീനങ്ങളുണ്ടോ? നൂറുദീനങ്ങളുണ്ടെങ്കിൽ ഒന്ന് പിന്നെ വെക്കാൻ പറ്റി വേറെ ആരും ഇല്ലേ? ഇനി ഈ ക്ലിപ്പ് വെക്കാൻ പറ്റിയ ആരും ഇല്ല ഇപ്പം വേറെ. അപ്പോ മാന്യ സഹോദരന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മാഷാ അല്ലാഹ്, നൂറുദ്ദീൻ തങ്ങൾക്ക് വിട്ടിട്ടുണ്ട് ആ 2 എണ്ണം. അപ്പോ പിന്നെ നിങ്ങളെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ട് തങ്ങളെ ചെറിയ 2 ക്ലിപ്പ്. അതായത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയാണ്. അദ്ദേഹം ഇത്രയും കാലം നിന്ന മുജാഹിദ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ കേൾക്കാത്ത പലതും ഇമാമിങ്ങളുടെ തെളിവ് കേട്ടപ്പോ ഇതുവരെ നിന്ന പ്ലാറ്റ്ഫോം കുലുങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ
ഇത് വിഷയങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. കേവലം പ്രാർത്ഥന എന്നുള്ള മലയാളത്തിന്റെ ഒരു വാചകം ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പക്ഷേ വഹാബി പ്രസ്ഥാനം പണ്ടേ കെട്ടുകെട്ടേണ്ടതായിരുന്നു. പ്രാർത്ഥന എന്ന വാചകം മലയാളത്തിലുള്ള ഒരു വാചകം വെച്ചിട്ടാണ് ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ഇവര് ഏതുപോലെ പിന്നെ ചായ കുടിക്കുന്ന അല്ലെങ്കിൽ പാല് കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന ആളെ കള്ളു കുടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇസ്തിഗാസ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവര് വാദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുട്ടിമോൻ മൗലവി നിങ്ങൾക്കൊക്കെ അറിയില്ലേ? കുട്ടിമോൻ മൗലവിയെ എല്ലാവർക്കും അറിയില്ലേ? ഈ റൂമിൽ എല്ലാവർക്കും അറിയില്ലേ? ഒരു കാലത്ത് ബൈലക്സിലെ ഒരു ഷെയ്ഖായിരുന്നു മൂപ്പര്. കുട്ടിമോൻ മൗലവി. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയില്ല, കാരണം മുജാഹിദീങ്ങളെ ഗ്രൂപ്പ് നൂറുദ്ദീൻ തങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും ശരിക്കൊന്ന് കേട്ടോളൂ. ഇത് വാട്സപ്പിൽ നമ്മൾ ചർച്ച നടത്തിയപ്പോ ഇസ്തിഗാസയുടെ മാലപ്പടക്കങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടപ്പോ ഒരു സലഫി സഹോദരൻ അദ്ദേഹത്തിന്റെ ഈ ചർച്ച കേട്ടതിന് ശേഷം പ്രതികരിക്കുന്ന നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കുക. സിദ്ദീഖുമായിട്ടുള്ള നിങ്ങളുടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇസ്തിഗാസ ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ഉദ്ധരിച്ച കുറെ തെളിവുകളുണ്ടല്ലോ, ഇമാമികളുടെ അഖ്വാലുകളും ഹദീസുകളും. ഇത് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞാനൊന്ന് അമ്പരന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടില്ല. ഇമാമികളുടെ സ്ഥാനം ദീനിൽ എന്താണെന്നുള്ള നമുക്ക് മുന്നോട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തെളിവുകളൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ട്. ഹക്കുണ്ടെങ്കിൽ അറിയണമല്ലോ, മനസ്സിലാക്കണമല്ലോ. അപ്പൊ നിങ്ങൾ ഈ തെളിവുകളുടെ ഒരു സമാഹാരം ഒന്ന് ക്രോഡീകരിച്ചിട്ട്, അതായത് ഒന്ന് ഇന്ന തെളിവ്, ഇന്ന കിതാബ്, ഇന്ന ഇമാം ഇന്ന ഹദീസ്, രണ്ട് ഇന്ന ഇമാം ഇന്ന കിതാബ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒന്ന് അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാനാണ്. നിങ്ങൾ 2 ദിവസമായിട്ട് സിദ്ദീഖായിട്ടുള്ള ചർച്ചയിൽ നിങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എന്താ പറയാ, ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഒന്നായിട്ട് ഇളകി പോകുന്നതായി എനിക്ക് തോന്നണം. അതുപോലെ എന്നെ സംബന്ധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത്. കാരണം ഇത്രയും കാലം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഗതിക്ക് എതിരായിട്ട് ഇത്രയും തെളിവുകൾ ഉണ്ട് എന്നുള്ളതിലുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ നിങ്ങൾ പറഞ്ഞ തെളിവുകൾ അതിൽ ഹക്കുണ്ടോ ഇല്ലേ, അത് നിങ്ങൾ പറഞ്ഞത് ഹക്കാണോ അല്ലേ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത്രയും ചർച്ചകൾ അതിനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ആദ്യം അറിവുണ്ടാക്കണമല്ലോ. അറിവുണ്ടായിട്ടാണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കൾ, നിങ്ങൾ കേട്ടോ? ഇത് ഒരു സലഫി സുഹൃത്ത് പറഞ്ഞ മറുപടിയാണെന്നല്ല, അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം ഒന്നായി കുലുങ്ങുന്നതായിട്ട് അദ്ദേഹം തോന്നി. അൽഹംദുലില്ലാഹ്, എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുമാറാകട്ടെ. കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഒന്ന് പഠനത്തിനാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ മനസ്സ് തുറക്കുന്ന ആളുകൾക്ക്, അന്ധന്മാരായ അതുപോലെ തന്നെ ബധിരന്മാരുമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ പല സാധാരണക്കാരും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രമാണങ്ങൾ അറിയാത്തവരാണ്. അപ്പൊ കേവലം മലയാളത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അതിനിവിടെ ആരും എതിരല്ല. സാങ്കേതിക അർത്ഥത്തിൽ ഇലാഹാണ്, രക്ഷിതാവാണ്, ദൈവമാണ് എന്ന മലയാള പദത്തിന്റെ ആ ഭാഷ തന്നെ ഉപയോഗിച്ചാൽ ആ ഇലാഹാണ് എന്ന് അർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുക. നമ്മുടെ കുട്ടി മൗലവി, ഞാൻ അതായിരുന്നു പറഞ്ഞു വെച്ച് ഞാൻ മൈക്ക് വെക്കുകയാണ്. കുട്ടി മൗലവി ഒരു കഴിഞ്ഞ ആഴ്ച നമ്മളെ റൂമിൽ തന്നെ ആയി പോന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചർച്ചയില് കുട്ടി മൗലവി പറഞ്ഞു, കുട്ടി മൗലവിയുടെ KCR വരാറുണ്ടോ തങ്ങളെ? നൂറുദ്ദീൻ തങ്ങളെ KCR കുട്ടിമോൻ വരാറുണ്ടോ? സാധാരണ മൗലവിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഉലാത്തുകയാണല്ലോ, നടക്കാറുണ്ടല്ലോ. ഉണ്ടോ ഈ റൂമിൽ വരാറുണ്ടോ കുട്ടിമോൻ മൗലവി? അപ്പൊ കുട്ടിമോൻ മൗലവിയുടെ വലിയൊരു ചോദ്യം,
കുട്ടിമോ മൗലവി ചോദിച്ചു, അത് ശരി വരാറുണ്ടല്ലേ, മൈക്ക് എടുക്കാറില്ല അല്ലെ, അത് വരവും ചെലവ് ഒക്കൂല എന്ന് വെച്ചിട്ടായിരിക്കും. മൈക്ക് എടുത്താല് വരവും ചെലവ് ഒക്കൂല എന്നുള്ള ബേജാറുണ്ടായിരിക്കും. അപ്പോ കുട്ടിമോ മൗലവിയുടെ വലിയൊരു ചോദ്യമായിരുന്നു. അപ്പൊ മൂപ്പര് എല്ലാരും ഉത്തരം മുട്ടിപ്പോന്ന് കണക്കാക്കിയിട്ട് കൊണ്ടുവന്ന ചോദ്യം. മൂപ്പരെ ചോദ്യം എന്തായിരുന്നു എന്നാ, ഞാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, ഞാന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ നരകത്തിലായി പോവുന്ന ചോദ്യം. ഞാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, വേറെ ആരോടും ഒന്നും ചോദിച്ചില്ല എന്ന് കുട്ടിമോൻ മൗലവി ചോദിച്ചു. അപ്പൊ ഞാൻ മൗലവിയോട് പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമർ റിബ എന്ന് ഖുർആനിൽ പറഞ്ഞു, കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാള് കച്ചവടം തീരെ ചെയ്തില്ല, അയാൾ നരകത്തിലായി പോവോ? ഒരാൾ കച്ചവടം തീരെ ചെയ്തില്ല, ജീവിതത്തിൽ ഒരു കച്ചവടം ചെയ്തില്ല, അതുകൊണ്ട് നരകത്തിലായി പോവോ? സുഹൃത്തുക്കളെ, ഒരാൾ ജീവിതത്തിൽ ഒരു കച്ചവടം ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിലായി പോവോ? എന്താ ആരും എല്ലാ ശ്രോതാക്കള് ഉണ്ടല്ലേ? അപ്പോ കച്ചവടം ചെയ്യാത്തോണ്ട് ആരും നരകത്തിൽ പോവില്ലല്ലോ. അതേ സമയത്ത് അള്ളാഹു ഖുർആനിൽ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമർ റിബ, പലിശ നിങ്ങൾക്ക് ഹറാമാക്കി, കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി എന്ന് പറഞ്ഞു. ഈ അള്ളാഹു ഹലാലാക്കി എന്ന് പറയുന്ന കച്ചവടത്തെ പറ്റി ഒരു മൗലവി പറയുന്ന കച്ചവടം ചെയ്യൽ ശിർക്കാണ്, കച്ചവടം ചെയ്യൽ ശിർക്കാണ്. ഈ കച്ചവടം ചെയ്യൽ ശിർക്കാണ് എന്നൊരാൾ വാദിച്ചാൽ ഓൻ രക്ഷപ്പെടുമോ? അള്ളാഹു ഖുർആനിൽ ഹലാലാക്കിയ കച്ചവടം ഒരു മൗലവി ശിർക്കാണെന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുവോ? ഓൻ കച്ചവടം ചെയ്തിട്ടില്ല, വേറെ കച്ചവടം. അയാള് മൗലവി കച്ചവടം ചെയ്തിട്ടില്ല, പൊറക്കിരുന്നോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കുട്ടിമോനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങള് കച്ചവടം ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലിരുന്നോളണം. പക്ഷേ അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞ കച്ചവടം അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടൂല. കാരണം അള്ളാഹു വ്യക്തമായിട്ട് അവന്റെ ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹായിയാണെന്നും സംരക്ഷകനാണെന്നും ഖുർആനിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചിട്ടുണ്ട്, വഫാത്തിന് ശേഷവും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദ്ധരിക്കാനുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ മൈക്കിൽ ഇപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സംശയിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നമ്മുടെ പേരാമ്പ്ര സംവാദം, അതുപോലെ തന്നെ ഒരുപാട് സുന്നത്തിമായത്തിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ സുന്നത്തിമായത്തിന് ഉപകരിക്കുന്ന ഫലവത്താകുന്ന രൂപത്തിൽ അള്ളാഹു അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഈ പുത്തൻവാദികൾക്ക് അത് അതിന്റെ മാർഗം അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് വിഷയം മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തിയമായത്തിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്കിനോട് വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.